So next let us see sediment flow in streams, that is reservoir sedimentation. Reservoir sedimentation എങ്ങനെയാണെന്ന് നോക്കാം. So as we all know, all the rivers carry certain amount of silt eroded from the catchment area during heavy rains. അതായത് heavy rain ഉള്ള സമയത്ത് എന്താണ് എല്ലാ റിവേഴ്സിലും eroded siltന്റെ amount കാണും. അത് silt എവിടെ നിന്ന് വരുന്നതാണ്? catchment area നിന്ന് വരുന്ന eroded silt റിവേഴ്സ് ഫ്ലോ ചെയ്യുമ്പോൾ റിവർ വാട്ടറിലെ കൂടെ എന്ത് കാണും? eroded silt from catchment area കാണും when during heavy rain. So the extent of erosion and silt load in the stream depends upon following factors. Extent of erosion and silt load. Extent of erosion and silt load depends on എന്തൊക്കെ factors ആണ്? Nature of soil of catchment area, nature of soil of catchment area. Second, topography of catchment area. Then vegetation cover, and the last factor is intensity of rainfall or rainfall intensity. അപ്പോൾ ഈ നാല് ഫാക്ടേഴ്സ് ആണ് amount of അല്ലെങ്കിൽ extent of erosionum, silt load deposits, silt loadum affect ചെയ്യുന്ന four factors. എന്തൊക്കെയാണ്? Nature of soil of catchment area, topography of catchment area, vegetation cover and rainfall intensity. ഇനി നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. The nature of soil of catchment area is an important factor. Nature of soil of catchment area is an important factor. If the soil is soft, there is always a possibility of sheet erosion. Soft soil ആണെങ്കിൽ എന്ത് സംഭവിക്കും? Soft soil കൊണ്ടുണ്ടാവുന്നതാണ് sheet erosion. Soft soil ആണെങ്കിൽ there is a possibility of sheet erosion. The tributaries collecting water of the catchment area containing hard soil carry lesser silt. Hard soil ഉള്ള water ആണെങ്കിൽ, അതായത് catchment ഏരിയയിൽ hard soil ആണെങ്കിൽ അവിടെ കൂടെ ഫ്ലോ ചെയ്യുന്ന tributaries carry ചെയ്യുന്ന സിൽറ്റിന്റെ എമൗണ്ട് കുറവായിരിക്കും. അതാണ് പറയുന്നത് നേച്ചർ ഓഫ് സോയിൽ ഓഫ് കാച്ച്മെന്റ് ഏരിയ. അപ്പൊ സോഫ്റ്റ് സോയിൽ, സോയിൽ സോഫ്റ്റ് ആണെങ്കിൽ, കാച്ച്മെന്റ് ഏരിയയിലെ സോയിൽ സോഫ്റ്റ് ആണെങ്കിൽ ഷീറ്റ് ഇറോഷൻ ഉള്ള ടെൻഡൻസി ഉണ്ട്. സോഫ്റ്റ് സോയിൽ ആകുമ്പോൾ ഷീറ്റ് പോലെ ഇളകി വരും. അതിനെയാണ് ഷീറ്റ് ഇറോഷൻ എന്ന് പറയുന്നത്. അതേസമയം ഈ ട്രിബ്യൂട്ടറീസ് ഫ്ലോ ചെയ്യുന്ന കാച്ച്മെന്റ് ഏരിയയിലെ സോയിൽ ഹാർഡ് സോയിൽ ആണെങ്കിൽ എമൗണ്ട് ഓഫ് സിൽറ്റ് വളരെ കുറവായിരിക്കും. ഹാർഡ് സോയിൽ ആണെങ്കിൽ എമൗണ്ട് ഓഫ് സിൽറ്റ് കുറവായിരിക്കും. ഇനി അതുപോലെ തന്നെ topography എങ്ങനെ affect ചെയ്യും? Steep slopes give rise to high velocities and erode the surface soil easily, and higher intensity of rainfall causes greater runoff and more erosion. അപ്പോൾ topography എന്ന് പറഞ്ഞാൽ steep slope ആണെങ്കിൽ എന്താണ്? velocity of flow കൂടുതലായിരിക്കും. അപ്പോൾ velocity of flow കൂടുതൽ എന്ന് പറയുമ്പോൾ ഈ സർഫസ് സോയിലിനെ കൂടുതലായിട്ട് ഇറോഡ് ചെയ്യും. അതുപോലെ തന്നെ intensity of rainfall കൂടുതലാണെങ്കിലും റൺ ഓഫിന്റെ എമൗണ്ട് കൂടും. റൺ ഓഫ് വോളിയം കൂടുമ്പോൾ ഇറോഷനും കൂടും. വെജിറ്റേറ്റീവ് കവർ അല്ലെങ്കിൽ വെജിറ്റേഷൻ കവർ എങ്ങനെ അഫക്ട് ചെയ്യും നോക്കാം. If the catchment area has sufficient vegetation cover, the higher velocities are checked and erosion is very much reduced. വെജിറ്റേറ്റീവ് കവർ ആവശ്യത്തിനുണ്ടെന്നുണ്ടെങ്കിൽ ഹൈ വെലോസിറ്റിയെ കുറയ്ക്കാൻ വേണ്ടി ചെക്ക് ഹൈ വെലോസിറ്റി, അതായത് ഹൈ വെലോസിറ്റിയെ പ്രിവെന്റ് ചെയ്തിട്ട് ഇറോഷൻ വളരെയധികം റെഡ്യൂസ് ചെയ്യും. പക്ഷെ പുവർ വെജിറ്റേഷൻ അല്ലെങ്കിൽ തീരെ വെജിറ്റേഷൻ ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ പ്രൊഡക്റ്റീവ് ഓഫ് മോർ സിൽറ്റ്, അങ്ങനെയുള്ള കേസസിൽ സിൽറ്റ് കൂടുതലായിരിക്കും. ആൻഡ് ദ റിവേഴ്സ് ഓർ ട്രിബ്യൂട്ടറീസ് പാസിംഗ് ത്രൂ സച്ച് ഏരിയാസ് ക്യാരി മോർ സിൽറ്റ് ലോഡ്
with it causing quick silting of the reservoir. അതായത് വെജിറ്റേറ്റീവ് കവർ ആവശ്യത്തിനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈ വെലോസിറ്റിയെ ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇറോഷൻ വളരെയധികം റെഡ്യൂസ്ഡ് ആവും. പക്ഷേ വെജിറ്റേറ്റീവ് കവർ തീരെ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ വളരെ വളരെ കുറവാണെങ്കിൽ അവിടെ സിൽട്ട് ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ അധികമാണ്. അപ്പൊ അതിലൂടെ അങ്ങനെയുള്ള ഏരിയസിലൂടെ ഫ്ലോ ചെയ്യുന്ന റിവേഴ്സോ ട്രിബ്യൂട്ടറീസോ ഉണ്ടെങ്കിൽ കൂടുതൽ സിൽറ്റ് അവരോടൊപ്പം ക്യാരി ചെയ്യും. കൂടുതൽ സിൽറ്റ് ക്യാരി ചെയ്തിട്ട് റിസർവോയറിൽ പെട്ടെന്ന് സിൽറ്റിംഗ് ഉണ്ട്. അതായത് ഒത്തിരി സിൽറ്റ് റിസർവോയറിൽ ഡെപ്പോസിറ്റ് ആവും വെജിറ്റേറ്റീവ് കവർ കുറവാണെങ്കിൽ. സോ ദീസ് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇറോഷൻ ആൻഡ് സിൽറ്റ് ലോഡ് ഇൻ സ്ട്രീം. ഓരോ ഫാക്ടർ എങ്ങനെ അഫക്ട് ചെയ്യുന്നു പറഞ്ഞു. ഫസ്റ്റ് വൺ, നേച്ചർ ഓഫ് സോയിൽ ഓഫ് കാച്ച്മെന്റ് ഏരിയ. സോഫ്റ്റ് സോയിൽ ആണെങ്കിൽ ഷീറ്റ് ഇറോഷനും, സോയിൽ ഹാർഡ് ആണെങ്കിൽ ഇറോഷൻ വളരെ കുറവ്. ടോപ്പോഗ്രഫി എങ്ങനെയാണ്? സ്റ്റീപ്പ് സ്ലോപ്പ് ഉണ്ടെങ്കിൽ വെലോസിറ്റി കൂടുതലായിരിക്കും, അപ്പോൾ ഇറോഷന്റെ ടെൻഡൻസി കൂടും. റെയിൻഫോൾ ഇന്റൻസിറ്റി എങ്ങനെയാണ്? റെയിൻഫോൾ ഇന്റൻസിറ്റി അധികമാണെന്നുണ്ടെങ്കിൽ റൺ ഓഫ് കൂടുതലായിരിക്കും. റൺ ഓഫ് കൂടുതലാകുമ്പോൾ ഇറോഷനും കൂടും. അതുപോലെ വെജിറ്റേറ്റീവ് കവർ ആവശ്യത്തിനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈ വെലോസിറ്റിയെ ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ സിൽറ്റ് ഉണ്ടാകുന്നതിന്റെ എമൗണ്ട് അല്ലെങ്കിൽ ഇറോഷൻ കുറയ്ക്കാം. അതേസമയം വെജിറ്റേറ്റീവ് കവർ തീരെ ഇല്ലെങ്കിലോ അല്ലെങ്കിൽ വളരെ കുറവാണെന്നുണ്ടെങ്കിൽ സിൽറ്റ് പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും. അപ്പം റിസർവോയർ ഒക്കെ പെട്ടെന്ന് സിൽറ്റ് വന്ന് നിറയും. അതാണ് സിൽറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ സിൽറ്റിംഗ് ഓഫ് റിസർവോയർ പെട്ടെന്ന് സംഭവിക്കും. So this figure shows reservoir sedimentation. The sediment transported by the river can be of two types, bed load and suspended load. Bed load and river carry ചെയ്യുന്ന സെഡിമെന്റ്സിനെ നമുക്ക് ബ്രോഡ്ലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ബെഡ് ലോഡും സസ്പെൻഡഡ് ലോഡും. Bed load is dragged along the bed of the stream and the suspended load is kept in suspension because of vertical components of eddies formed due to friction of water flowing against the bed. Bed load എന്ന് പറഞ്ഞാൽ ബെഡിനോട് ചേർന്ന് ഡ്രാഗ് ചെയ്യുന്ന ലോഡിനെയാണ് ബെഡ് ലോഡ് എന്ന് പറയുന്നത്. ബെഡ് ലോഡ് is dragged along the bed of the stream. സ്ട്രീമിന്റെ ബെഡിന് അലോങ് ആയിട്ട് ഡ്രാഗ് ചെയ്ത് പോകുന്നത് ബെഡ് ലോഡും. സസ്പെൻഡഡ് ലോഡ് എന്ന് പറഞ്ഞാൽ they remain in suspension due to vertical components of eddies due to friction of flowing water against the bed. ബെഡിന് അഗൈൻസ്റ്റ് ആയിട്ട് ഫ്ലോ ചെയ്യുന്ന വാട്ടറിനകത്ത് ഫ്രിക്ഷൻ ഉണ്ട്. ആ ഫ്രിക്ഷൻ കാരണം എന്താണ്? എഡീസ് ഉണ്ടാകുന്നു. ഈ എഡീസിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് ആണ് സസ്പെൻഡഡ് ലോഡിനെ സസ്പെൻഷനിൽ റിമെയിൻ ചെയ്യിക്കുന്നത്. ക്ലിയർ? അപ്പൊ സെഡിമെന്റ് ക്യാരിഡ് ബൈ റിവർ, sediments carried by a river can be of two types, bed load and suspended load. Bed load is dragged along the stream bed, whereas suspended load remains in suspension due to the vertical components of eddies formed due to friction of flowing water against the bed. അപ്പോൾ bed load എന്ന് പറയുന്നത് much smaller, only 10 to 15% of suspended load. Suspended load ആണ് കൂടുതൽ. ബെഡ് ലോഡ് എന്ന് പറയുന്നത് സസ്പെൻഡഡ് ലോഡിന്റെ ഒരു 10 to 15% ഉണ്ടാവാറുള്ളൂ. So when the stream approaches reservoir, velocity is very much reduced. അപ്പോൾ ഒരു റിവർ ഫ്ലോ ചെയ്ത് റിസർവോയറിൽ എത്തുമ്പോഴത്തേക്ക് അതിന്റെ വെലോസിറ്റി വളരെ അധികം കുറയും. And due to the reduction of velocities, coarser particles settle in the head reaches of reservoir, while finer particles are kept in suspension for sufficient time till they just settle to the upstream side of the dam. അപ്പോൾ ഈ ഫിഗറിൽ കാണുന്നത് പോലെ നമ്മൾ പറഞ്ഞ എന്താണ്? സ്ട്രീം റിസർവോയറിലോട്ട് അടുക്കും തോറും സ്ട്രീമിന്റെ വെലോസിറ്റി വളരെ വളരെ കുറയും. ഈ വെലോസിറ്റി കുറയുന്നത് കാരണം കോഴ്സർ പാർട്ടിക്കിൾസ് എല്ലാം ഹെഡ് റീച്ചസ് റിസർവോയറിന്റെ ഹെഡ് റീച്ചസിൽ ഡെപ്പോസിറ്റ് ചെയ്യും. കോഴ്സർ പാർട്ടിക്കിൾസ് റിസർവോയറിന്റെ ഹെഡ് റീച്ചിൽ ഡെപ്പോസിറ്റ് ചെയ്യും. പക്ഷെ ഫൈനർ പാർട്ടിക്കിൾസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫൈനർ പാർട്ടിക്കിൾസ് കുറച്ച് കൂടെ സമയത്തേക്ക് ഇങ്ങനെ സസ്പെൻഷനിൽ തന്നെ നിന്ന് അത് അപ്സ്ട്രീം സൈഡ് ഓഫ് ദ ഡാമിൽ സെറ്റിൽ ചെയ്യുന്നവരെ ഇങ്ങനെ സസ്പെൻഷനിലായിരിക്കും. അപ്പോൾ റിസർവോയറിലോട്ട് റിവറിലെയോ സ്ട്രീമിലെയോ വാട്ടർ എത്തുമ്പോൾ അതിന്റെ വെലോസിറ്റി വളരെയധികം കുറയും. ഈ വെലോസിറ്റി വളരെയധികം കുറയുന്നത് കാരണം കോൾഡ് സെഡിമെന്റ്സ് ഉണ്ടെങ്കിൽ ഹെഡ് റീച്ചസ് ഓഫ് ദ റിസർവോയറിൽ അങ്ങ് ഡെപ്പോസിറ്റ് ആവും. പക്ഷെ ഫൈനർ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അത്
ഡാമിന്റെ അപ്സ്ട്രീമില് സെറ്റിൽ ആവുന്നത് വരെ കുറച്ച് നേരം അത് എന്ത് ചെയ്യും, സസ്പെൻഷനിൽ തന്നെ ആയിരിക്കും. അതാണ് ഈ ഫിഗറിൽ കാണിക്കുന്നത്. Some fine particles may pass through the sluice ways, turbines or spillway. ഈ കാണിച്ചിരിക്കുന്ന സ്ലൂയിസ് വേനോ ടർബൈൻ വഴിയോ സ്പിൽവേ വഴിയോ കുറച്ച് ഫൈൻ പാർട്ടിക്കിൾസ് അങ്ങ് ഫ്ലോ ചെയ്ത് പോവുകയും ചെയ്യും. പക്ഷെ മെജോറിറ്റി ഓഫ് ദ ഫൈൻ സെഡിമെന്റ് പാർട്ടിക്കിൾസ് they remain in suspension till they settle to the upstream side of the dam. ഡാമിന്റെ അപ്സ്ട്രീം സൈഡിൽ സെറ്റിൽ ആവുന്നത് വരെ അതിങ്ങനെ സസ്പെൻഷനിൽ തന്നെ നിൽക്കും. Now let's see the density currents. Density currents എന്ന് പറഞ്ഞാൽ density current may be defined as a gravity flow of fluid under another fluid of approximately equal density. അറിഞ്ഞിരിക്കുന്ന ടേം ആണ് density current. Density current എന്ന് പറഞ്ഞാൽ it is the gravity flow of fluid under another fluid of approximately equal density. ഒരു ഫ്ലൂയിഡിന്റെ ഗ്രാവിറ്റി ഫ്ലോ ഓഫ് എ ഫ്ലൂയിഡ് അണ്ടർ അനദർ ഫ്ലൂയിഡ് ഓഫ് ഓൾമോസ്റ്റ് ഈക്വൽ ഡെൻസിറ്റി. രണ്ട് ഫ്ലൂയിഡ് ഉണ്ടെങ്കിൽ ഒരു ഫ്ലൂയിഡ് രണ്ട് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ഡെൻസിറ്റീസ് ഉള്ള രണ്ട് ഫ്ലൂയിഡിൽ ഒരു ഫ്ലൂയിഡിന് ഗ്രാവിറ്റി ഫ്ലോ ഉണ്ടാകുന്നു അണ്ടർ ദി അതർ ഫ്ലൂയിഡ്. സോ ഡെൻസിറ്റി കറന്റ് മീൻസ് ഗ്രാവിറ്റി ഫ്ലോ ഓഫ് എ ഫ്ലൂയിഡ് under another fluid of approximately equal densities. അപ്പോൾ റിസർവോയർസിന്റെ കേസിൽ ഡെൻസിറ്റി കറന്റ് എങ്ങനെയാണ്? In case of reservoirs, the water stored is usually clear and the inflow during floods is generally muddy. അപ്പോൾ റിസർവോയറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാട്ടർ എന്ന് പറയുന്നത് യൂഷ്വലി ക്ലിയർ വാട്ടർ ആയിരിക്കും. പക്ഷേ ഫ്ലഡ് സമയത്ത് വരുന്ന ഫ്ലഡിന്റെ സമയത്തുള്ള ഇൻഫ്ലോ എന്ന് പറയുന്നത് മഡി ഇൻഫ്ലോ ആണ്. So the two fluids are therefore different densities and the heavy turbid water flows along the channel bottom towards the dam under the influence of gravity. അപ്പോൾ എങ്ങനെയാണ് പറയുന്നത്? ഈ രണ്ട് ഫ്ലൂയിഡിനും ഡെൻസിറ്റീസ് ഡിഫറെന്റ് ആണ്. and the heavy turbid water flows along the channel bottom. അതിനകത്തുള്ള heavy turbid water channel bottomത്തിന് along ആയിട്ട് ഫ്ലോ ചെയ്യും under the influence of gravity, and this is known as density current. And the rate of silting in case of reservoirs reduces if the density currents are bended by proper location and operation of outlet and sluice gates. Proper location and operation of sluice gates കാരണം നമുക്ക് വേണമെങ്കിൽ sedimentation കുറയ്ക്കാൻ പറ്റും. കാരണം എന്താണ്? സിൽട്ടിങ് എങ്ങനെ കുറയ്ക്കാന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി കറൻസിനെ നമ്മൾ പ്രോപ്പർ ഈ സ്ലൂയിസ് വഴി അങ്ങ് ബെൻഡ് ചെയ്ത് വിടുവാണെന്നുണ്ടെങ്കിൽ, ഡെൻസിറ്റി കറൻസിനെ സ്ലൂയിസ് വഴി വിടുവാണെന്നുണ്ടെങ്കിൽ റിസർവോയറിൽ ഉണ്ടാകുന്ന സിൽട്ടിങ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. കാരണം ഡെൻസിറ്റി കറണ്ട് എന്ന് പറയുന്നത് ആ ടർബിഡ് വാട്ടറിലാണ് ഡെൻസിറ്റി കറണ്ട് ഉണ്ടാക്കുന്നത്. അപ്പം ഈ ടർബിഡ് വാട്ടറിനകത്ത് എന്താണ്? മഡി വാട്ടർ ആയിരിക്കും. അപ്പൊ ഈ ടർബിഡ് വാട്ടറിനെ സ്ലൂയിസ് വഴി നമ്മൾ വെൻഡ് ചെയ്ത് വിടുവാണെങ്കിൽ റിസർവോയറിനകത്തുള്ള സിൽട്ടിങ്ങിനെ കുറയ്ക്കാൻ സാധിക്കും. Now let us see how we can measure the sediment load. The amount of silt or the sediment load carried by a stream is determined by taking samples of water carrying silt at various depths. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? For measurement, collect sample set വേരിയസ് പല ഡെപ്സിലുള്ള സാമ്പിൾ നമ്മൾ കളക്ട് ചെയ്യണം. അത് സാമ്പിൾ എന്താണ്? സാമ്പിൾ ക്യാരി സിൽറ്റ് ഉള്ള സാമ്പിൾസിനെ പല ഡെപ്തിൽ നമ്മൾ കളക്ട് ചെയ്യണം. എന്നിട്ട് സാമ്പിൾസ് ആർ ഫിൽറ്റർഡ് ആൻഡ് സെഡിമെന്റ് ഇസ് റിമൂവ്ഡ് ആൻഡ് ഡ്രൈഡ്. ഫിൽറ്റർ ദ സാമ്പിൾ, remove sediments and dry. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? സിൽറ്റ് ഉള്ള വാട്ടറിനെ നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? സെഡിമെന്റ് ലോഡിന്റെ എമൗണ്ട് വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. അതിനു വേണ്ടി നമ്മൾ എന്തെന്ന് ചെയ്യുന്നത് കഴിഞ്ഞാൽ സിൽറ്റ് ക്യാരി ചെയ്യുന്ന വാട്ടറിനെ പല ഡെപ്തിൽ നിന്നും സിൽറ്റ് ക്യാരി ചെയ്യുന്ന വാട്ടറിന്റെ സാമ്പിൾ കളക്ട് ചെയ്യും. അപ്പോൾ സാമ്പിൾസ് കളക്ട് ചെയ്യുമ്പോൾ നമ്മൾ പല ഡെപ്തിൽ നിന്ന് കളക്ട് ചെയ്യണം. കളക്ട് ചെയ്തിട്ട് ഈ സാമ്പിൾസിനെ ഫിൽറ്റർ ചെയ്യണം. സാമ്പിൾസിനെ എന്ത് ചെയ്യണം? സാമ്പിൾസിനെ ഫിൽറ്റർ ചെയ്യണം.
ഫിൽറ്റർ ചെയ്തിട്ട് ആ സെഡിമെന്റിനെ റിമൂവ് ചെയ്ത് ഡ്രൈ ചെയ്യണം. The sediment load measured in the units of ppm and sediment load is measured in the units of parts per million of water, and there are no accurate devices to measure the bed load, which is estimated to about 15% of suspended load. എന്നിട്ട് നമ്മൾ ഈ സെഡിമെന്റ് ലോഡിനെ ppmൽ സെഡിമെന്റ് ലോഡിനെ എത്ര പാർട്സ് പെർ മില്യൺ ppm ഓഫ് വാട്ടർ എന്ന് റെപ്രസെന്റ് ചെയ്യും. അതായത് സെഡിമെന്റ് ലോഡിനെ ഫിൽട്ടർ ചെയ്ത് ഡ്രൈ ചെയ്തത് സെഡിമെന്റ്സിനെ ഫിൽട്ടർ ചെയ്ത് ഡ്രൈ ചെയ്തിട്ട് എത്ര പാർട്സ് പെർ മില്യൺ ഓഫ് വാട്ടർ ഉണ്ടെന്ന് നോക്കും, ppm ഉണ്ടെന്ന് നോക്കും. ഇനി ഇതിന്റെ ആക്യുറേറ്റ് മെത്തേഡ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ബെഡ് ലോഡ് 15% ഓഫ് സസ്പെൻഡഡ് ലോഡ് എന്ന് പറഞ്ഞങ്ങ് എടുക്കും. ബെഡ് ലോഡ് മെഷർ ചെയ്യാൻ ആക്യുറേറ്റ് ആയിട്ടുള്ള മെഷർ ടെക്നിക്സോ അല്ലെങ്കിൽ ഡിവൈസസോ ഇല്ലാത്തത് കൊണ്ട് ബെഡ് ലോഡ് എന്ന് പറയുന്നത് സസ്പെൻഡഡ് ലോഡിന്റെ 15% ആയിട്ട് എടുക്കും. So this is how we measure the sediment load. This is how we measure the sediment load. അപ്പോൾ നമ്മൾ സെഡിമെന്റേഷൻ എന്താന്ന് നോക്കി, ഡെൻസിറ്റി കറണ്ട് എന്താന്ന് പറഞ്ഞു, സെഡിമെന്റേഷന്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് പറഞ്ഞു, എങ്ങനെ സെഡിമെന്റ് ലോഡ് മെഷർ ചെയ്യുമെന്നും പറഞ്ഞു. Next is life of reservoir. Next is life of reservoir. The ultimate destiny of a reservoir is to be filled with the silt deposits. റിസർവോയറിന്റെ അൾട്ടിമേറ്റ് ഡെസ്റ്റിനി എന്ന് പറയുന്നത്, അതായത് അതിന്റെ അൾട്ടിമേറ്റ് ഡെസ്റ്റിനി, അതായത് അതിന്റെ വിധി എന്ന് പറയുന്നത് ടു ബി ഫിൽഡ് വിത്ത് സിൽറ്റ് ഡെപ്പോസിറ്റ്സ്. അതായത് റിസർവോയറിന്റെ ഫേറ്റ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബി ഫിൽഡ് വിത്ത് സിൽറ്റ് ഡെപ്പോസിറ്റ്സ്. സോ ടു അലോ ഫോർ സിൽറ്റിംഗ്, അതായത് സിൽറ്റിംഗ് നമ്മൾ പെർമിറ്റ് ചെയ്യാൻ വേണ്ടി a certain percentage of total storage is usually left unutilized and is called dead storage. ഡെഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ അതിന്റെ സ്റ്റോറേജിന്റെ ഒരു സർട്ടൻ പെർസെന്റേജ് ആണ് വിച്ച് ഇസ് അൺയൂട്ടിലൈസ്ഡ്. അത് എന്തിനാണ് അൺയൂട്ടിലൈസ്ഡ് ആയിട്ട് വെക്കുന്നത്? സിൽറ്റിംഗ് അലോ ചെയ്യാൻ വേണ്ടിയാണ് റിസർവോയർ സ്റ്റോറേജിന്റെ ഒരു സർട്ടൻ പെർസെന്റേജിനെ അൺയൂട്ടിലൈസ്ഡ് ആയിട്ട് വെക്കുന്നത്. ആൻഡ് ഹൗഎവർ ആസ് ദ ടൈം പാസസ് ഓൺ മോർ ആൻഡ് മോർ സിൽറ്റിംഗ് ടേക്സ് പ്ലേസ് ആൻഡ് ദ ഇഫക്റ്റീവ് സ്റ്റോറേജ് ഇസ് ഗ്രാജുവലി റെഡ്യൂസ്ഡ്. നമ്മളിങ്ങനെ ഡെഡ് സ്റ്റോറേജ് മാറ്റി വെച്ചിട്ട് ബാക്കി ഇഫക്റ്റീവ് സ്റ്റോറേജ് അല്ലെങ്കിൽ ലൈവ് സ്റ്റോറേജ് എന്ന് പറയും. പക്ഷേ സമയം വർഷങ്ങൾ കഴിയുന്നതോറും, അതായത് ആസ് ടൈം പാസസ് വി കൻ സീ ദാറ്റ് ദ എഫക്റ്റീവ് സ്റ്റോറേജ് ഇസ് ഗ്രാജുവലി റെഡ്യൂസ്ഡ്. അതായത് ഇയേഴ്സ് പാസ് ചെയ്യുന്നതനുസരിച്ച് ടൈം പോകുന്നതനുസരിച്ച് നമുക്ക് അറിയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഇഫക്റ്റീവ് സ്റ്റോറേജിന്റെ വാല്യൂ, ഇഫക്റ്റീവ് സ്റ്റോറേജ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഈവൻ ദോ വി ആർ കീപ്പിംഗ് aside as percentage of storage as or the dead storage to allow silting, we can see that as time passes on the effective storage or live storage is gradually reduced. അത് നമുക്ക് അറിയാം, silting കാരണം effective storage ഇങ്ങനെ കുറഞ്ഞു വന്നുകൊണ്ടേയിരിക്കും. Therefore the useful life of reservoir is terminated when its capacity is reduced to 20% of design capacity. അപ്പോൾ ലൈഫ് എപ്പോഴാ ടെർമിനേറ്റ് ചെയ്യുന്നത്? Life terminates when capacity is 20% of design value. അതായത് നമ്മൾ ഡിസൈൻ കപ്പാസിറ്റിയുടെ 20% ആയിട്ട് കുറയുമ്പോൾ ലൈഫ് ഓഫ് ദ റിസർവോയർ terminates. And there is therefore the reservoir planning must include the consideration of probable rate of silting so that useful life of reservoir may be determined. അപ്പോൾ റിസർവോയർ പ്ലാൻ ചെയ്യുന്ന സമയത്ത് പ്രോബബിൾ റേറ്റ് ഓഫ് സിൽറ്റിംഗ് നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രോബബിൾ റേറ്റ് ഓഫ് സിൽറ്റിംഗ് കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം റിസർവോയറിനെ പ്ലാൻ ചെയ്യാൻ. അങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് യൂസ്ഫുൾ ലൈഫ് ഓഫ് റിസർവോയർ കണ്ടുപിടിക്കാൻ പറ്റും.
അപ്പൊ എന്താണ് ഈ ലൈഫ് ഓഫ് റിസർവോയറിൽ പറയുന്നത്? റിസർവോയറിന്റെ അൾട്ടിമേറ്റ് ഡെസ്റ്റിനി എന്ന് പറയുന്നത് ടു ബി സിൽറ്റഡ് ആണ്. അതാണ് അതിന്റെ അൾട്ടിമേറ്റ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. അത് റിസർവോയർ എങ്ങനെയായാലും സിൽറ്റഡ് ആയി പോകും. അപ്പൊ നമ്മൾ ഈ സിൽറ്റിംഗ് അലോ ചെയ്യാൻ വേണ്ടി ഒരു പെർസെന്റേജ് ഓഫ് സ്റ്റോറേജിനെ അൺയൂട്ടിലൈസ്ഡ് ആയിട്ട് വെക്കും, ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ഡെഡ് സ്റ്റോറേജ്. ബട്ട് however, even though as time passes, the life or the effective storage gets reduced. അതായത് സമയം കഴിയുന്തോറും ഈ ലൈഫ് സ്റ്റോറേജ് ഇങ്ങനെ കുറഞ്ഞു വരും. So the useful life of reservoir terminates when its capacity is reduced to 20% of design value. ഡിസൈൻ വാല്യൂടെ 20% ആയിട്ട് കപ്പാസിറ്റി കുറയുമ്പോഴത്തേക്ക് റിസർവറിന്റെ ലൈഫ് ടെർമിനേറ്റ് ആവും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? റിസർവറിന്റെ പ്ലാനിങ് സ്റ്റേജിൽ പ്രോബബിൾ സെൽറ്റിംഗ് റേറ്റും കൂടെ കൺസിഡർ ചെയ്ത് വേണം ചെയ്യാൻ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് യൂസ്ഫുൾ ലൈഫ് ഓഫ് റിസർവോയർ കണ്ടുപിടിക്കാൻ സാധിക്കും. The reservoir sedimentation is measured in terms of trap efficiency. റിസർവോയർ എഫിഷ്യൻസി, റിസർവോയറിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് റിസർവോയർ സെഡിമെന്റേഷനെ ട്രാപ്പ് എഫിഷ്യൻസിയുടെ ടേംസിലാണ് നമ്മൾ measure ചെയ്യുന്നത്. And trap efficiency of a reservoir is the percent of inflowing sediment which is retained in reservoir. Percentage of it is the percent of inflow sediment retained in reservoir. Percentage of inflow sediment retained in reservoir. അതാണ് trap efficiency. Percentage of inflow sediment retained in reservoir. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ സ്റ്റഡി നിന്ന് മനസ്സിലാവുന്നത് ഈറ്റ is equal to a function of capacity by inflow. So eta is a function of capacity by inflow. So trap efficiency of a reservoir is the percentage of inflow sediment retained in the reservoir, and കൂടുതൽ observations in the മനസ്സിലാവുന്നത് trap efficiency is a function of the ratio of reservoir capacity to total inflow. Trap efficiency is a function of reservoir capacity to total inflow. Sediment trapped in the percentage capacity inflow ratio കൂടെ പ്ലോട്ട് ചെയ്ത് നമുക്ക് ലോഗരിതമിക് സ്കെയിലിൽ പ്ലോട്ട് ചെയ്യാം. Trap efficiency and capacity inflow ratio on the basis of existing reservoir plot ചെയ്ത് കഴിഞ്ഞാൽ from the curve it is clear that for a given inflow rate the trap efficiency decreases with the reduction in reservoir capacity. നമുക്കറിയാം reservoir capacity is a function of capacity by inflow. അപ്പോൾ capacity കുറയുന്നതനുസരിച്ച് trap efficiency കുറയും. Hence the rate of silting is higher in the initial stages and decreases as silting takes place. അപ്പോൾ rate of silting initial stages higher ആയിരിക്കും and decreases as silting takes place. Rate of silting initial stages higher ആയിരിക്കും and silting നടന്ന് വരുമ്പോൾ അതിന്റെ rate of silting കുറഞ്ഞു വരും. Thus complete filling of a reservoir with silt may take a very long time. അപ്പോൾ ഒരു റിസർവോയർ ഫുള്ളി സിൽറ്റ് കൊണ്ട് ഫിൽ ആവാൻ വേണ്ടി ഒരുപാട് സമയം എടുക്കും. കാരണം എന്താണ്, ഈ ഇപ്പൊ ഞാൻ പറഞ്ഞ കേർവ് ഉണ്ടല്ലോ, നമ്മുടെ നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട് കേർവിൽ നിന്ന് മനസ്സിലാവുന്നത് ഫോർ എ given inflow rate, ഒരു particular inflow rate we can see that inflow rate constant ആണെങ്കിൽ trap efficiency will decrease with capacity കുറയുന്നതനുസരിച്ച് trap efficiency കുറയും. അതായത് ഇനീഷ്യൽ സ്റ്റേജസിൽ റേറ്റ് ഓഫ് സെൽറ്റിംഗ് കൂടുതലായിരിക്കും. പക്ഷെ ആ സെൽറ്റിംഗ് പ്രോഗ്രസസ് ദ റേറ്റ് ഓഫ് സെൽറ്റിംഗ് ഡിക്രീസസ്. സെൽറ്റിംഗ് ഇങ്ങനെ നടന്ന് വരുമ്പോൾ റേറ്റ് ഓഫ് സെൽറ്റിംഗ് കുറഞ്ഞു വരും. അപ്പൊ നമുക്ക് അതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് എന്ത് ഇൻഫർ ചെയ്യാം, by which we can infer that it will take a very long time to fill the reservoir with silt. ആ റിസർവോയറിനെ സിൽറ്റ് കൊണ്ട് ഫില്ല് ചെയ്യാൻ വേണ്ടി കൂടുതൽ ലോങ് ടൈമിന്റെ ആവശ്യം വരും. കാരണം എന്താണ്, സിൽറ്റിംഗ് പ്രോഗ്രസ് ചെയ്യുന്നതോറും റേറ്റ് ഓഫ് സിൽറ്റിംഗ് കുറഞ്ഞു വരും. അപ്പൊ റിസർവോയറിനെ സിൽറ്റ് കൊണ്ട് ഫില്ല് ചെയ്യണമെങ്കിൽ ഒരുപാട് ടൈം വേണം.
അതുപോലെ തന്നെ if you are taking a small reservoir, that is a reservoir having small capacity on a large stream, അതായത് കൂടുതൽ ഇൻഫ്ലോ ഉള്ള ചെറിയ കപ്പാസിറ്റി ഉള്ള സ്ട്രീം എടുക്കുകയാണെങ്കിൽ അതിന്റെ കപ്പാസിറ്റി ബൈ ഇൻഫ്ലോ റേഷ്യോ ചെറുതായിരിക്കും. അതായത് ലാർജ് സ്ട്രീം ആണ്, പക്ഷെ അല്ല സ്ട്രീം എങ്ങനെയാണ്, സ്ട്രീം എന്ന് പറയുന്നത് ചെറിയ റിസർവോയർ ആയിരിക്കും, പക്ഷെ ലാർജ് ഇൻഫ്ലോ ഉള്ള ലാർജ് സ്ട്രീമും ചെറിയ റിസർവോയറും ആണെങ്കിൽ കപ്പാസിറ്റി കുറവും ഇൻഫ്ലോ കൂടുതലും ആയിരിക്കും. അപ്പൊ കപ്പാസിറ്റി ബൈ ഇൻഫ്ലോ റേഷ്യോ കുറവായിരിക്കും. അങ്ങനെയുള്ള കേസിൽ ട്രാപ്പ് എഫിഷ്യൻസി is extremely small and stream passes most of its inflow so quickly that finer sediments do not settle but are discharged downstream. അതായത് കപ്പാസിറ്റി കുറവുള്ള റിസർവോയറും ലാർജ് സ്ട്രീം ആണെങ്കിൽ ഇൻഫ്ലോ കൂടുതലായിരിക്കും. ചെറിയ റിസർവോയറും ലാർജ് സ്ട്രീമും ആണെങ്കിൽ ഇൻഫ്ലോ കൂടുതലും കപ്പാസിറ്റി കുറവും. അപ്പോൾ ഈ റേഷ്യോ കപ്പാസിറ്റി ബൈ ഇൻഫ്ലോ എന്ന് പറയുന്ന റേഷ്യോയും വളരെ ചെറുതായിരിക്കും. അങ്ങനെയുള്ള കേസിൽ എന്ത് സംഭവിക്കുന്നു, ട്രാപ്പ് എഫിഷ്യൻസി വാല്യൂ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള സ്ട്രീംസിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഈ ഫൈനർ പാർട്ടിക്കിൾസ് ഒന്നും റിസർവോയറിൽ സെറ്റിൽ ചെയ്യാതെ ആ സ്ട്രീമിൻ്റെ കൂടെ അതങ്ങ് പാസ് ചെയ്ത് പോയിട്ട് ഡൗൺ സ്ട്രീമിൽ വന്ന് ഡിസ്ചാർജ് ചെയ്യും. ഫൈനർ പാർട്ടിക്കിൾസ് എല്ലാം ഡൗൺ സ്ട്രീമിൽ വന്ന് ഡിസ്ചാർജ് ചെയ്യും. പക്ഷേ ലാർജ് റിസർവോയറിനെ സ്മോൾ സ്ട്രീമിൽ കൺസ്ട്രക്ട് ചെയ്യുവാണെങ്കിൽ, ചെറിയ സ്ട്രീമിൽ വലിയ റിസർവോയർ കൺസ്ട്രക്ട് ചെയ്യുവാണെങ്കിൽ കപ്പാസിറ്റി കൂടുതലും ഇൻഫ്ലോ കുറവും. അപ്പോൾ ട്രാപ്പ് എഫിഷ്യൻസി കൂടുതലായിരിക്കും. അങ്ങനെയുള്ള കേസിൽ such a reservoir may retain water for several years and permit almost complete deposition of sediment. അങ്ങനെയുള്ള കേസിൽ കംപ്ലീറ്റ് ഡെപ്പോസിഷൻ ഓഫ് സെഡിമെന്റ് പെർമിറ്റ് ചെയ്യും, വാട്ടർ ഒരുപാട് വർഷം റിട്ടൈൻ ചെയ്യുകയും ചെയ്യും. Such a reservoir may retain water for several years and permit almost complete deposition for sediment. അപ്പോൾ ട്രാപ്പ് എഫിഷ്യൻസി കുറവാണെങ്കിൽ സെഡിമെന്റ്സ് ഒന്നും അവിടെ ഡെപ്പോസിറ്റ് ചെയ്യാതെ ഡിസ്ചാർജ് ചെയ്ത് ഡൗൺ സ്ട്രീമിൽ വന്ന് ഡിസ്ചാർജ് ചെയ്യും. അപ്പോൾ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റിയും കുറവായിരിക്കും. അതേസമയം കപ്പാസിറ്റി ബൈ ഇൻഫ്ലോ റേഷ്യോ കൂടുതലാണെങ്കിൽ ട്രാപ്പ് എഫിഷ്യൻസി കൂടുതലായിരിക്കും. അപ്പോൾ ട്രാപ്പ് എഫിഷ്യൻസി കൂടുതലാകുമ്പോൾ അങ്ങനെയുള്ള റിസർവോയർ വാട്ടർ ഒരുപാട് വർഷങ്ങൾ വാട്ടർ റീറ്റെയിൻ ചെയ്യുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ഡെപ്പോസിഷൻ ഓഫ് സെഡിമെന്റ്സ് നടക്കും ട്രാപ്പ് എഫിഷ്യൻസി കൂടുതലുള്ള റിസർവോയറിൽ.